കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. മഹാമൃത്യുഞ്ജയ മന്ത്രം, അതിന്റെ പ്രാധാന്യം, ഫലം എന്താണ്? സാധാരണ എല്ലാവരും വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു വസ്തുതയാണ് മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ മന്ത്രം, മഹാമൃത്യുഞ്ജയം. ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്ന ഭയങ്കര ശക്തമായ ഒരു മന്ത്രം തന്നെയാണ് മഹാമൃത്യുഞ്ജയ മന്ത്രവും മഹാമൃത്യുഞ്ജയ ഹോമവും. അനുഭവം കൂടെ ഉള്ളതാണ് മഹാമൃത്യുഞ്ജയ ഹോമത്തിന്റെയും മന്ത്രത്തിന്റെയും. യജുർവേദ അർഹത ശതരുദ്രീയത്തിലെ മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. രോഗം മാറാനും ദീർഘായുസ്സിനും ധനസമൃദ്ധിക്കും പുത്രപൗത്രാദി സമ്പത്ത് നേടാനുമെല്ലാം വിശേഷമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. സാധാരണ ഒരു മന്ത്രത്തിന്റെ പ്രാധാന്യത്തോടെ നിങ്ങൾ മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ കാണരുത്. മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ കഠിനമായ ജ്വരം, ശക്തമായ പനി, മാറാ രോഗങ്ങള്. എൻ്റെ അറിവിൽ, എൻ്റെ അനുഭവത്തില് ഞങ്ങള് മൃത്യുഞ്ജയ ഹോമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ക്യാൻസറിന്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നൊരു പേഷ്യന്റിന് റിസൾട്ട് എന്താ പറയാ, ഭയങ്കര ഒരു മിറാക്കിളാണ് അന്ന് സംഭവിച്ചത് എന്നുള്ളതാ സത്യം. കാരണം അത്ര ശക്തമായിട്ട് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയും മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുകയും ചെയ്തു. ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആ ഗ്രോത്ത് കട്ട് ചെയ്തിട്ട് അത് ടെസ്റ്റിന് അയച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തും സംഭവിക്കാം, ടെസ്റ്റ് വരട്ടെ, ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്ത് റിസൾട്ട് കാത്തിരുന്ന് 7 ദിവസം കഴിഞ്ഞ് ആ മഹാമൃത്യുഞ്ജയ യന്ത്രവും ധരിച്ച് മഹാമൃത്യുഞ്ജയ മന്ത്രവും സ്ഥിരം ജപിച്ചുകൊണ്ടിരുന്നു ആ രോഗി. അവസാനം റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർമാർ പോലും പറഞ്ഞു, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, നെഗറ്റീവാണ്, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കാം, വളരെ ആരോഗ്യവതിയാണ്, വളരെ പൂർണ്ണ ആരോഗ്യവതിയാണ്, ഒരു കുഴപ്പമില്ല എന്ന്. ഇപ്പം ഏതാണ്ട് 1 വർഷമാവാൻ പോണു. അതുപോലെ പല അനുഭവങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ കാണുന്ന ഒരു മന്ത്രത്തിന്റെ പ്രത്യേകതയല്ല അതിനുള്ളത്. ഭഗവാന്റെ ആ മന്ത്രം നമ്മൾ ശക്തമായിട്ട് ജപിച്ചാല് കഠിനമായ ജ്വരം ശമിക്കാനും മൃത്യുഞ്ജയ ഹോമം നടത്തുന്നുണ്ട്. കഠിനമായ ജ്വരം, മാറാത്ത ജ്വരം, മനസ്സിന് വിഭ്രാന്തി സംഭവിച്ചവർക്ക് പോലും മഹാമൃത്യുഞ്ജയ മന്ത്രം കൊണ്ടും മഹാമൃത്യുഞ്ജയ ഹോമം കൊണ്ടും 7 ദിവസം 7 ദ്രവ്യങ്ങൾ കൊണ്ട് 7 ദിവസം ഓരോ ദിവസം ഓരോ ദ്രവ്യം വെച്ച് 7 ദിവസം നിരന്തരമായിട്ട് ഹോമം ചെയ്ത് മഹാമൃത്യുഞ്ജയ മന്ത്രം നമ്മൾ എല്ലാ ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ മാരകമായ രോഗം വരെ മാറും എന്നുള്ളത് അനുഭവമാണ്. വിവിധ ഹോമദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഈ മന്ത്രം സഹിതം ഹോമം നടത്തിയാൽ വ്യത്യസ്ത ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. പല ഫലങ്ങളും നമുക്ക് ഈ മഹാമൃത്യുഞ്ജയ, ഈ കൊന്ന ചമത, ഇലക്കള്ളി ചമത ഇവ ഉപയോഗിച്ച് ഹോമം നടത്തിയാൽ രോഗം മാറും, ശത്രുക്കൾ അകന്നു പോകും. 10 വയസ്സിലും 21 വയസ്സിലും ഇങ്ങനെയുള്ള മാരക രോഗങ്ങൾ എന്തെങ്കിലും പിടിപെട്ടിട്ടുള്ളവര്, ബുദ്ധിമാന്ദ്യങ്ങളുള്ളവര് 10 വയസ്സിലും 21 വയസ്സും തികയുന്ന സമയങ്ങളിലൊക്കെ ഈ മഹാമൃത്യുഞ്ജയ ഹോമങ്ങൾ ചെയ്താൽ, ഈ മഹാഹോമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, മഹാമൃത്യുഞ്ജയ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ മാറി ഏതാണ്ട് നല്ലൊരു അവസ്ഥയിലേക്ക് മാറും. ദിനം പ്രതി ഈ മന്ത്രം ജപിച്ച് കർഗ ഹോമിച്ചാല് അപമൃത്യു പറഞ്ഞിട്ടുള്ളവർക്ക് അപമൃത്യു വരെ മാറുമെന്നുള്ളതാണ് അനുഭവസ്ഥർ പറയുന്നത്. കർഗ എല്ലാ ദിവസവും നിശ്ചിത ദിവസങ്ങള് 7 ദിവസം 10 ദിവസം അങ്ങനെയൊക്കെ നിശ്ചിത ദിവസങ്ങളിൽ ഈ കർഗ ഹോമിച്ച് ഈ മന്ത്രം മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്തു കഴിഞ്ഞാൽ അപമൃത്യു മാറും എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറുകയും അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഒരു പവർ ഉണ്ടാകുന്ന ഒരു മന്ത്രം തന്നെയാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്ത് മഹാമൃത്യുഞ്ജയ മന്ത്രവും ജപിച്ച് മഹാമൃത്യുഞ്ജയ യന്ത്രവും ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുക വേണ്ട, അത്രയ്ക്ക് നമ്മൾ വിധിയാവണ്ണം അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് അനുഭവം എന്നുള്ളത് അനുഭവം തന്നെയുള്ള കാര്യമാണ്.